പ്രവർത്തകർ അത് നേരാകും വിധത്തിലാണ് തോന്നുമ്പോൾ വി മുരളീധരന്റെ മുന്നേറ്റം. 265 വോട്ടുകൾ 265 കേവലം 265 വോട്ടുകൾ മാത്രം ലീഡ് ചെയ്യുന്നു കഴക്കൂട്ടത്ത്. എന്തും സംഭവിക്കാം. ഒന്നുകിൽ വി മുരളീധരൻ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്നതാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു. അവിടെയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പരാജയമറിഞ്ഞിട്ടുള്ളത്. ഇനി ഇതാ മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും തോൽവി അറിയുമോ എന്നതാണ് അറിയേണ്ടത്. ശബരിമല ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട കഴക്കൂട്ടത്ത് ഇത്തവണ BJPക്ക് വിജയിക്കാൻ സാധിച്ചാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ നേട്ടമായി മാറും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു. 17ാമത്തെ റൗണ്ട് വോട്ട് എണ്ണുമ്പോഴാണ് വി മുരളീധരൻ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അവസാന റൗണ്ടിൽ ആർക്കും മേൽക്കൈയുള്ള ഇടത്താണ് വോട്ട് എണ്ണേണ്ടത് എന്നതാണ് അറിയേണ്ടത്. മുരളീധരനും ക്യാമ്പും വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ്. എന്ത് സംഭവിക്കാം. കഴക്കൂട്ടത്ത് BJPക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലനിർത്താൻ വേണ്ടി കഴക്കൂട്ടത്ത് കടകംപള്ളിക്കും സാധിച്ചേക്കും. അങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുകയാണ് കഴക്കൂട്ടം. അതേസമയം ഇപ്പോൾ പത്തനാപുരത്ത് നിന്നുള്ള തോൽവി മറ്റൊരു മന്ത്രി കൂടി, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ മറ്റൊരു മന്ത്രി കൂടിയാണ് പരാജയപ്പെടുന്നത്. വലിയ മാർജിനിൽ ആണ് ഇപ്പോൾ പത്തനാപുരത്ത് KP ഗണേഷ് കുമാറിന്റെ തോൽവി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഗണേഷ് കുമാർ പതിറ്റാണ്ടുകളായി പത്തനാപുരത്തിന്റെ MLA ആയിരുന്നു. വിവാദങ്ങളിൽ ആടിയുലിയുമ്പോഴും ഗണേഷ് കുമാറിന് പത്തനാപുരം കൈവിടില്ല എന്നത് തന്നെയായിരുന്നു ഇടതു മുന്നണിയുടെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും അടക്കമുള്ള പ്രതീക്ഷ. മറ്റൊരാൾ കോവളത്ത് നിന്നുള്ള M വിൻസെന്റ് ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. വിൻസെന്റ് ഇപ്പോഴും മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് വി മുരളീധരൻ BJPക്ക് വേണ്ടി 3ാമത്തെ സീറ്റ് നേടുന്നു. നിയമസഭയിലേക്ക് വിരിയുകയാണ്. ചാത്തന്നൂരായിരുന്നെങ്കിൽ 2ാമത്, നേമത്താണെങ്കിൽ ഇതാ 3ാമത്. കഴക്കൂട്ടത്ത് കൂടി BJP ജയിക്കുകയാണ്. താമര 3ാമതും വിരിയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 2 സീറ്റുകൾ BJP സ്വന്തമാക്കുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ. BJPയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള പടയോട്ടം എന്ന് തന്നെ പറയാം. കേരളത്തിൽ താമര വിരിയിക്കില്ല എന്ന് രാഷ്ട്രീയ എതിരാളികൾ ഒരുപോലെ നിലപാടെടുത്തിരുന്നു. അത് വിരിയാൻ സാധ്യതയുള്ളത് നേമത്താണ് എങ്കിൽ ആ അക്കൗണ്ടും പൂട്ടിച്ചിരിക്കുമെന്ന് ആവർത്തിച്ചിരുന്നു. അവിടെയാണ് തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ ഇപ്പോൾ BJP വിജയിച്ചു കയറുന്നത്. നേമത്തിന് പുറത്ത് കഴക്കൂട്ടത്തിലും നേരിയ മാർജിനിൽ വിജയിച്ചു കയറുന്നു വി മുരളീധരൻ എന്നതാണ്. അതിനു പുറമെയാണ് ചാത്തന്നൂർ. ഇതാ 3 ഇടത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് അഭിമാനിക്കാവുന്ന നേട്ടം. ഒരുപക്ഷെ UDF അധികാരത്തിലേറുമ്പോൾ അത്ര തന്നെ മികവുള്ള വിജയം എന്ന് പറയാം. അതായത് അംഗബലം എന്നത് 3 ഉയർത്തുന്നു എന്നതാണ്. 0 നിന്ന് 3 ഉയർത്തുന്നു എന്നതാണ്. കേരളത്തിന്റെ നിയമസഭയുടെ പ്രതിപക്ഷ നിരയിലേക്ക് 3 അംഗങ്ങൾ BJP ടിക്കറ്റിൽ എത്തുന്നു എന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലടക്കം BJPക്ക് പടർന്നു പന്തലിക്കാൻ സാധിച്ചാലും കേരളം ഇടം നൽകുകയില്ല. അതാണ് കേരളം എന്ന് രാഷ്ട്രീയ എതിരാളികൾ ആവർത്തിക്കുന്നിടത്താണ് BJP അവരുടെ പടയോട്ടം ആരംഭിക്കുന്നത്. അക്കൗണ്ട് പൂട്ടിച്ചിരുന്നു നേമത്തെ എങ്കിൽ അത് വീണ്ടും തുറന്നു എന്ന് മാത്രവുമല്ല 2 അക്കൗണ്ടുകൾ കൂടി അധികമായി തുറക്കാനും BJPക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സവിശേഷത. BJPക്ക് ഇത് അഭിമാന നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. അതോടൊപ്പം തന്നെയാണ് അതേ തലസ്ഥാന ജില്ലയിലെ 2 വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ BJPക്ക് സാധിക്കുന്നു. അത് നേമത്തും മറ്റൊന്ന് കഴക്കൂട്ടത്തുമാണ് എങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് കൂടി, ചാത്തന്നൂരിലേക്ക് കൂടി വളരാൻ BJPക്ക് സാധിച്ചു. അതേസമയം BJP വിജയക്കൊടി പാറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ച് മഞ്ചേശ്വരം 1000-ൽ താഴെ മാത്രം വോട്ടുകൾ നേടിക്കൊണ്ട് K സുരേന്ദ്രനെ പോലെയുള്ള പരാജയപ്പെട്ടിരുന്ന മഞ്ചേശ്വരത്ത് വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോഴാണ് കഴക്കൂട്ടത്ത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതായത് ശബരിമല എന്നത് വലിയ ആയുധമാക്കി BJPക്ക് മാറ്റാൻ ഇനി ദേവസ്വം മന്ത്രി, മുൻ ദേവസ്വം മന്ത്രി, 2 ദേവസ്വം മന്ത്രിമാർ, അതായത് വി മുരളീധരന്റെ ഭൂരിപക്ഷമായി പറയുന്നത് 20 വോട്ടുകളാണ്. 20 വോട്ടുകൾക്കാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് ജയം സ്വന്തമാക്കി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ റീകൗണ്ടിങ്ങിനുള്ള സാധ്യത കാണുന്നുണ്ട്. റീകൗണ്ടിങ്ങിന് അപേക്ഷ നൽകാൻ ഉറപ്പായിട്ടും റീകൗണ്ടിങ് വേണമെന്ന് ആവശ്യപ്പെടാൻ LDF തയ്യാറെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 20 വോട്ടുകൾ മാത്രം, അതാണ് BJP കഴക്കൂട്ടത്ത് ഭൂരിപക്ഷം നേടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ വ്യക്തമാക്കിയിരുന്നത് ഓരോ റൗണ്ടിലും ഷാർപ്പായി വോട്ട് രേഖപ്പെടുത്തി, അതായത് ഒരു റീകൗണ്ടിങ്ങിനുള്ള അവസരം ഒരുക്കാത്ത തരത്തിൽ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടായിരിക്കും ഓരോ റൗണ്ടും ഫിനിഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അത് പൂർണ്ണമായും പുറത്തു വരാൻ
വരാൻ ഒരുപാട് സമയമെടുക്കും. സാധാരണ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഈ സമയമാകുമ്പോഴേക്കും ഒരു സംശയവുമില്ലാത്ത തരത്തിൽ സീറ്റുകളിൽ വ്യക്തത കൈവരും. പക്ഷേ ഇത്തവണ ഇത്രയധികം സമയമെടുത്തിട്ടുള്ളത് കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടിയായിരിക്കും വോട്ടെണ്ണുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എൽദോ സൂചിപ്പിക്കുന്ന പോലെ റീകൗണ്ടിങ്ങിന് അപേക്ഷ നൽകിയാൽ പോലും അതിൽ വലിയ മാറ്റമുണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 37 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്നത് കഴക്കൂട്ടത്ത് നിന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ആയിരിക്കാം എന്നതാണ്. ഇപ്പോൾ അങ്ങനെ നേമത്ത്, കഴക്കൂട്ടത്ത്, ചാത്തന്നൂരിൽ 3ഇടത്ത് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരിക്കുന്നു എന്നതാണ് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മികവാർന്ന വിജയം ആണ് BJPക്ക് ഇത്തവണ അവകാശപ്പെടാൻ സാധിക്കുന്നത്. 9 A ക്ലാസ് മണ്ഡലങ്ങളിൽ ആയിരുന്നു BJP ഫോക്കസ് ചെയ്തിരുന്നത്. എക്സിറ്റ് പോളുകളിലടക്കം 0 മുതൽ 3 വരെ എന്നതായിരുന്നു ഭൂരിപക്ഷവും. അത് ചിലപ്പോൾ 5ലേക്കും 7ലേക്കുമെല്ലാം ഉയർന്നേക്കാം എന്ന തരത്തിലുമൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ BJP പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് നേമം എന്നതിൽ തർക്കമില്ല. മറ്റൊന്ന് വട്ടിയൂർക്കാവായിരുന്നു, പിന്നീടൊന്ന് കഴക്കൂട്ടമായിരുന്നു. അവിടെയാണ് ചാത്തന്നൂരിൽ കൂടി അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത്. എന്തായാലും 167 വോട്ടിന്റെ ലീഡ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ 167 വോട്ടിനാണ് വിജയിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എൽദോ, അടുത്തൊരു പ്രധാനപ്പെട്ട മണ്ഡലം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അത് കോന്നിയാണ്. കോന്നിയിലും ഏറെക്കുറെ ആവേശകരമായിട്ടുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 105 വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഡ് മാത്രമാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സതീഷ് കൊച്ചുപറമ്പിലുള്ളത്. KU ജനീഷ് കുമാറിനേക്കാൾ 105 വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. കോന്നിയിലെ ഈ സ്ഥിതി അത് കുറച്ചുകൂടി വ്യക്തത വരണം. കാരണം 17 റൗണ്ടുകളാണ് ആകെയുള്ളത്. ഇതിൽ 13 റൗണ്ടുകൾ വരെയാണ് നിലവിലായിട്ടുള്ളത്. 105 വോട്ടുകൾ മാത്രം ലീഡ് എടുത്ത് നിൽക്കുന്നു സതീഷ് കൊച്ചുപറമ്പിൽ. ഒരുപക്ഷേ കോന്നിയും ഇത്തരത്തിൽ ഒരു ചെറിയ മാർജിനിലുള്ള അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറി മറിയാവുന്ന തരത്തിൽ നിലവിൽ ആ തോണി പോവുകയാണ് കോന്നിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സതീഷ് കൊച്ചുപറമ്പിലും KU ജനീഷ് കുമാറും ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിക്കുന്നു. കോന്നിയിലെ ആ മത്സര വേദിയിൽ ഗോദയിൽ നിന്നാണെങ്കിലും നിലവിൽ KU ജനീഷ് കുമാർ വളരെ സാധ്യത കൽപ്പിക്കപ്പെട്ട യുവ നേതാവ്, CPMന്റെ സിറ്റിംഗ് MLA, അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നതാണ് പാർട്ടി വൃത്തങ്ങൾ ഉടനീളം. പക്ഷേ അവിടെ ഇപ്പോൾ സതീഷ് കൊച്ചുപറമ്പിൽ ലീഡ് എടുത്തിരിക്കുന്നു എന്നുള്ള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.